BJPയുടെ പിന്തുണ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയില്ല. അവരെന്നെ പിന്തുണയ്ക്കുന്നുമില്ല. അവർ വേറെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമാണ്, സെക്യുലർ പ്രസ്ഥാനം. BJP ഒരു സെക്യുലർ പ്രസ്ഥാനമല്ല. അതുകൊണ്ട് അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിലും അവരെപ്പറ്റി അത് പറയാൻ പാടില്ല. ഏറ്റവും വലിയ സെക്യുലർ പ്രസ്ഥാനമായ മതനിരപേക്ഷ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ യാതൊരു തകരാറും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല എന്നുള്ളത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. CPIM ഇത് കേരളത്തിന് വെളിയിൽ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. തമിഴ്നാട്ടിൽ DMK നേതൃത്വത്തിൽ CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഐക്യമല്ലേ. അങ്ങനെയല്ലേ 8, 7, 15 MLAമാർ CPIക്ക് CPMനും കിട്ടിയത്. 2 4 MPമാരെ കിട്ടിയത്. രാജസ്ഥാനിൽ CPMനൊരു MP ഉണ്ട്. ഞങ്ങൾക്ക് ആകെ ഉള്ളത് 2, 1, 3, 4 MPമാർ. രാജസ്ഥാനിൽ AKG കർഷക സമരം നയിച്ച ഒരു സ്ഥലത്ത് പണ്ട് മുതലേ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. 2 MLAമാരുണ്ടാകും അവിടെ. ഒരു MP കിട്ടി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണത് കിട്ടിയത്. കോൺഗ്രസ് പിന്തുണയോടാണത് കിട്ടിയത്. അതിവിടെ കിട്ടില്ല. അപ്പോൾ CPIക്ക് 2, CPM 2, 4, രാജസ്ഥാനിലത് 5 MPമാരെ കിട്ടിയത് കോൺഗ്രസ് പിന്തുണയോടാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസും അല്ലെങ്കിൽ UDF, LDF തമ്മിൽ മനസ്സിലാക്കാൻ. കാരണം UDFനും ശക്തിയുണ്ട്, LDFനും ശക്തിയുണ്ട്. പ്രത്യേകിച്ച് ആരുടെയും പിന്തുണയില്ലാതെ ഒന്നുകിൽ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷം, അങ്ങനെയാണ് വരുന്നത്. ഇവിടെ അധികാരത്തിലിരിക്കുന്ന CPMനെ പിണറായി വിജയൻ ഒറ്റ MPയെ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞ രാധാകൃഷ്ണനെ. 5 MPമാരും വെളിയിൽ നിന്നാണ് CPIയുടെ അടക്കം. അങ്ങനെ 6 പേരാണ്. 62 പേരുണ്ടായിരുന്നു 2004 മൻമോഹൻ സിംഗിന്റെ കാലത്ത്. ഇന്ത്യൻ പാർലമെന്റിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കൂടി 64 MPമാരുണ്ടായിരുന്നു. അതിപ്പോൾ 6 കൊണ്ടുവന്നു. 6 കൊണ്ടുവരുന്നതിൽ വലിയ ഒരു പങ്ക് പിണറായി വിജയനില്ലേ?